നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു 500 രൂപ വില വരുന്ന ഇയർഫോൺ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. വളരെ വിലക്കുറവാണ്, എവിടെയും കിട്ടും, പാട്ടൊക്കെ കേൾക്കാം. പക്ഷേ ഇതിലൂടെ നിങ്ങൾ പാട്ടിൻ്റെ ഒറിജിനൽ ശബ്ദമായിരിക്കും കേൾക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ഓഡിയോ എഞ്ചിനീയറുടെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വമ്പൻ കമ്പനികൾ നമ്മെ പറ്റിക്കാൻ വേണ്ടി ചില അടിയന്തര അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ കള്ളക്കളി? നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം. ഇനി ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ വെറും 6 ദിവസം കൊണ്ട് 80K വ്യൂസ് എത്തിച്ചതിന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ്. ഈ ബഡ്ജറ്റ് ഇയർഫോണുകളുടെ ഉള്ളിൽ ശബ്ദം ഉണ്ടാക്കുന്നത് ഒരു ഡൈനാമിക് ഡ്രൈവറാണ്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു ചെറിയ കാന്തം, ഒരു വോയിസ് കോയിൽ, പിന്നെ ഒരു പ്ലാസ്റ്റിക് ഡയഫ്രം. കറണ്ട് കടന്നു പോകുമ്പോൾ വോയിസ് കോയിൽ ചലിക്കുകയും അത് ഡയഫ്രത്തെ വൈബ്രേറ്റ് ചെയ്യിച്ച് ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. നാം ഉപയോഗിക്കുന്ന സ്പീക്കറുകളുടെ ഒരു ചെറു പതിപ്പാണ് ഇതെന്ന് പറയാം. ഇനി ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ഫിസിക്സ് എന്ത് എന്ന് നമുക്ക് നോക്കാം. 500 രൂപയുടെ ഇയർഫോണിൽ വില കുറഞ്ഞ ഭാരമേറിയ പ്ലാസ്റ്റിക് ഷീറ്റുകളും കോയിലുകളുമാണ് ഉപയോഗിക്കുന്നത്. ഓഡിയോ സയൻസിൽ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇനർഷ്യ അഥവാ ജഡത്വം എന്തെന്നത്. അതായത് ഭാരമുള്ള ഒരു വസ്തുവിന് പെട്ടെന്ന് ചലിക്കാൻ പാടാണ്, ചലിച്ചുകൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് നിൽക്കാനും പാടാണ്. ഫോണിൽ നിന്ന് ഒരു ഓഡിയോ സിഗ്നൽ വരുമ്പോൾ ഈ ഭാരം കാരണം ഇയർഫോണിൻ്റെ ഉള്ളിലെ ആ പ്ലാസ്റ്റിക് ഷീറ്റിന് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയില്ല. അവിടെ വളരെ ചെറിയൊരു ടൈം ഡിലേ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ ഫാസ്റ്റ് റെസ്പോൺസ് ഇല്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായി പാട്ടിൽ പെട്ടെന്ന് വരുന്ന ഡ്രംസിൻ്റെ അടി അല്ലെങ്കിൽ ഗിത്താറിൻ്റെ ശബ്ദമൊക്കെ വരുമ്പോൾ ഈ ഇയർഫോണിന് അതിൻ്റെ വേഗതയ്ക്കൊപ്പം എത്തിപ്പിടിക്കാൻ പറ്റാതെ കിതയ്ക്കും. ഒരു ശബ്ദം തീരുന്നതിന് മുമ്പ് അടുത്ത ശബ്ദം വരുമ്പോൾ രണ്ടും കൂടി തമ്മിലടിയായി അങ്ങനെ ആകെ മൊത്തം ശബ്ദങ്ങൾ കുഴഞ്ഞു മറിയും. അതായത് റെക്കോർഡ് ചെയ്ത അതേ രീതിയിലാകില്ല നിങ്ങൾ കേൾക്കുന്നത്. ക്ലാരിറ്റിയിൽ കുറവുണ്ടാകുന്നു. സാധാരണ ബഡ്ജറ്റ് ഇയർഫോണുകളിൽ കാണുന്ന പ്ലാസ്റ്റിക് ഡയഫ്രത്തിന് പകരം വില കൂടിയ ഹൈ എൻഡ് ഓഡിയോ ഗിയറുകളിൽ, അത് ഇയർഫോൺ ആകട്ടെ അത് ഹെഡ്ഫോൺ ആകട്ടെ, ചിലവേറിയ ബെറിലിയം പോലുള്ള വിരളമായ മെറ്റലുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കഷണം വൈബ്രേറ്റ് ചെയ്യുന്നതും ഭാരക്കുറവും കാഠിന്യമുള്ളതുമായ ഒരു പ്രീമിയം മെറ്റൽ ഡയഫ്രം പെർഫെക്റ്റായി ചലിക്കുന്നതും തമ്മിൽ ശബ്ദത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ ബെറിലിയം മെറ്റൽ വിപണിയിൽ വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഇത്തരം പ്രീമിയം ഡൈനാമിക് ഹെഡ്ഫോണുകൾക്കും ഇയർഫോണുകൾക്കും ലക്ഷങ്ങൾ വില വരുന്നത്. കനം കുറഞ്ഞ ബെറിലിയം മെറ്റൽ ഷീറ്റുകൾക്ക് ഭാരം ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. കറണ്ട് കിട്ടുന്ന ആ മൈക്രോ സെക്കൻഡിൽ തന്നെ അവ മിന്നൽ വേഗത്തിൽ ചലിക്കും. പാട്ടിലെ എത്ര ചെറിയ വേഗതയേറിയ ശബ്ദവും ഒട്ടും ചോർന്നു പോകാതെ ക്രിസ്റ്റൽ ക്ലിയറായി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഭൂരിഭാഗം ആളുകളുടെയും ധാരണ ബേസ് കൂടിയാൽ ഓഡിയോ ക്വാളിറ്റി കൂടിയെന്നാണ്. കമ്പനികൾ അവരുടെ പാക്കറ്റിന് മുകളിൽ എക്സ്ട്രാ ബേസ് എന്ന് എഴുതി വയ്ക്കുന്നതും ഈ ഒരു ബലഹീനത മുതലെടുക്കാനാണ്. തീർച്ചയായും ചില പാട്ടുകൾക്ക് ബേസ് ആവശ്യമാണ്. പക്ഷേ പുതിയൊരു ഇയർഫോൺ വാങ്ങി പാട്ടിൻ്റെ ആദ്യത്തെ ബേസ് ആ അടി കേൾക്കുമ്പോൾ തന്നെ ഇതാണ് ബെസ്റ്റ് എന്ന് നമ്മൾ ഉറപ്പിക്കാറുണ്ട്. എന്നാൽ അവിടെ നമ്മൾ പറ്റിക്കപ്പെടുകയാണ്. വിലക്കുറവുള്ള ഇയർഫോൺ നിർമ്മിക്കുന്ന കമ്പനികൾ കൃത്യമായി ഒപ്പിക്കുന്ന ഒരു ട്രിക്കാണത്. മനുഷ്യർക്ക് എപ്പോഴും ബേസ് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. കമ്പനികൾ ഇത് മനസ്സിലാക്കി ഇത്തരം ഗാഡ്ജറ്റുകളുടെ ലോ ഫ്രീക്വൻസികൾ അമിതമായി ബൂസ്റ്റ് ചെയ്യാൻ തക്കവണ്ണമാണ് ഇവ ഡിസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായി പാട്ടിലെ ഡ്രംസും കിക്കുകളും ഒക്കെ നമുക്ക് നന്നായി കേൾക്കാം. പക്ഷേ അത് പാട്ടിലെ വോക്കൽസിനെയും, അത് മിഡ് റേഞ്ച്, മറ്റ് ഹൈ ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻറ്റുകളെയും, അതായത് ട്രിബിൾസ്, പൂർണ്ണമായും മുക്കിക്കളയും. ഓഡിയോ സയൻസിൽ ഇതിനെ അക്കോസ്റ്റിക് മാസ്കിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത് ശക്തമായ ഒരു ശബ്ദം അതിലും നേർത്ത മറ്റു മനോഹരമായ ശബ്ദങ്ങളെ നിങ്ങളുടെ തലച്ചോറിലേക്ക് എത്താത്ത വണ്ണം മറച്ചു കളയുന്നു. ഫലമോ നമ്മൾ കേൾക്കുന്ന ശബ്ദം ആകെ മൊത്തം ഒരു മഡി അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത പരുവത്തിലാകുന്നു. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചോദിക്കും, എങ്കിൽ പിന്നെ ഈ 50,000 രൂപയുടെയും 1,00,000 രൂപയുടെയൊക്കെ ഹെഡ്ഫോണിൽ എന്താണുള്ളത്? വോളിയം കൂടുതലാണോ? അല്ല. ആ ലക്ഷറി ഹെഡ്ഫോൺ നിലവിൽ എൻ്റെ കയ്യിലില്ല. എങ്കിലും
അതിനുള്ളിലെ ആ വിലപിടിപ്പുള്ള സാങ്കേതിക വിദ്യ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഇത്തരം വില കൂടിയ ഹെഡ്ഫോണുകളിൽ സാധാരണ ഡൈനാമിക് ഡ്രൈവറുകൾക്ക് പകരം പ്ലാനാർ മാഗ്നറ്റിക് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. വിപണിയിൽ മറ്റ് ടെക്നോളജികളുണ്ടെങ്കിലും മിക്ക ഹൈ എൻഡ് ഹെഡ്ഫോണുകളുടെയും പ്രധാന കരുതാണ്. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, വില കൂടിയ ഹെഡ്ഫോണുകളിലെല്ലാം ഈ പ്ലാനാർ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നതെന്ന്. നമ്മുടെ 500 രൂപയുടെ ഇയർഫോണിലുള്ള അതേ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന 50,000-ൻ്റെയും 1,00,000-ൻ്റെയും ഹെഡ്ഫോണുകളും മാർക്കറ്റിലുണ്ട്. പ്ലാനാർ മാഗ്നറ്റിക് ഹെഡ്ഫോണുകളിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സാധാരണ ഡ്രൈവറുകളിലെ പ്ലാസ്റ്റിക് കോൺ പോലുള്ള ഘടനയല്ല. മനുഷ്യൻ്റെ തലമുടിയേക്കാളും 100 മടങ്ങ് കനം കുറഞ്ഞ തികച്ചു നേർത്ത ഫിലിം ആണ് ഇതിൽ ഡയഫ്രമായി പ്രവർത്തിക്കുന്നത്. ഇതുപോലുള്ള നേർത്ത ഷീറ്റാണ് പ്ലാനാർ ഹെഡ്ഫോണിലുള്ളത്. ഇതിനു മുകളിൽ ഈ കാണുന്ന പോലുള്ള മുടിനാര് പോലെയുള്ള മെറ്റൽ ലൈനുകൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇരുവശത്തും ശക്തി കൂടിയ കാന്തങ്ങൾക്കിടയിലാണ് ഇത് ഫ്ലോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ സിഗ്നൽ വരുമ്പോൾ ഈ മെംബ്രെയിൻ ഒരേ സമയം ഒരേ വേഗതയിൽ ചലിക്കുന്നു. ഇനർഷ്യ കുറവായതിനാൽ ഫാസ്റ്റ് റെസ്പോൺസ് ഉണ്ടായിരിക്കും. ഇതിനാൽ ഓഡിയോയിലെ ഡിസ്റ്റോർഷൻ വളരെ വളരെ കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൗണ്ട് സ്റ്റേജ് ആൻഡ് ഇമേജിംഗ് ആണ്. 500 രൂപയുടെ ഇയർഫോണിൽ ശബ്ദം നിങ്ങളുടെ ഇടത് ചെവിയിലും വലത് ചെവിയിലും മാത്രമായി ഒതുങ്ങും. എന്നാൽ വില കൂടിയ 50,000-ൻ്റെയോ 1,00,000-ൻ്റെയോ ഓഡിയോ ഗിയറുകളാണെങ്കിൽ ആ ശബ്ദത്തെ നിങ്ങളുടെ തലച്ചോറിന് ചുറ്റുമുള്ള ഒരു 3D സ്പേസ് ആക്കി മാറ്റും. നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ കണ്ണടച്ചാൽ കൃത്യമായി പറയാൻ പറ്റും, ഗായകൻ തൊട്ടു മുന്നിൽ നിൽക്കുന്നു. അക്വസ്റ്റിക് ഗിത്താർ കൃത്യം 45 ഡിഗ്രി ഇടതുവശത്ത് നിന്നാണ് പ്ലേ ചെയ്യുന്നത്. വയലിൻ ദൂരെ റൂമിൻ്റെ വലതു കോണിൽ നിന്നാണ് കേൾക്കുന്നത്. വെറുമൊരു പാട്ട് കേൾക്കലല്ലാതെ മറിച്ച് മ്യൂസിക് ബാൻഡിൻ്റെ നടുക്ക് നിങ്ങൾ ചെന്നിരിക്കുന്ന അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ സ്പാഷ്യൽ ആക്യുറസി എന്നാണ് വിളിക്കുന്നത്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, ഒരു 500 രൂപയുടെ ഇയർഫോൺ നിങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ച് തരുമ്പോൾ ഒരു 50,000-ൻ്റെ പ്രീമിയം ഓഡിയോ സിസ്റ്റം ആ പാട്ടിലെ ഓരോ നിശബ്ദതയും ഓരോ ഇൻസ്ട്രുമെൻറ്റും നിങ്ങൾക്ക് കാണിച്ചു തരിക കൂടി ചെയ്യുന്നു. എന്നാൽ ഈ പറയുന്ന 3D എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ ശരിക്കും 50,000 രൂപ ചിലവാക്കണോ? അതോ ഇതിൽ ലാഭകരമായ വഴി ഓഡിയോ ലോകത്തുണ്ടോ? അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്: ലക്ഷങ്ങൾ വിലയുള്ള പ്രീമിയം ഓഡിയോ സിസ്റ്റങ്ങൾ ഒരു സ്കാം ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ പിന്നിൽ പ്യുവർ സയൻസും വലിയ എൻജിനീയറിങ്ങും ഉണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുള്ള ആ ചെറിയൊരു സൗണ്ട് വ്യത്യാസത്തിന് വേണ്ടി 50,000 രൂപയൊക്കെ എടുത്ത് കളയുന്നത് പലപ്പോഴും വലിയൊരു മാർക്കറ്റിംഗ് കെണിയിൽ വീഴുന്നത് പോലെയാണ്. വിപണിയിൽ യഥാർത്ഥ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റുകൾ തിരിച്ചറിഞ്ഞു വാങ്ങുക. എപ്പോഴും സ്മാർട്ടായിരിക്കുക. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള സയൻസ് ആൻഡ് ടെക് വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു.